ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗിയ ചാനൽ. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, കമന്റ് ചെയ്തു, ഷെയർ ചെയ്തു, ഹൈപ്പ് ചെയ്തു. ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ, ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ, അതിലെ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, കേക്ക് വാക്ക്. നമുക്ക് കേട്ടു നോക്കാം എങ്ങനെയാണ് കേക്ക് വാക്കെന്ന്. കേക്ക് വാക്ക്, കേക്ക് വാക്ക്. ആംബുലൻസ്, എന്തോന്ന് ബാക്ക്ഗ്രൗണ്ട്, പിങ്ക് മേനിയേ, ഇതാണ് പ്രവാസ സ്റ്റേജിങ് ആണ് നോക്കാം. ആരടാ ഇതാര്? ഫഹദ് ഫാസിൽ. എന്തോന്ന് പാടുന്നേ? ഫഹദിന് എന്താ ഇതെന്തോന്ന്? ഈ പാട്ട് പാടുന്ന ആളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളെ. ഇവിടെ എന്തോന്ന്? ഫഹദ് പോയി വിട്ടതാണോ അതോ ഫഹദിനെ വെടിയിപ്പിച്ചതാണോ ഈ പടത്തിലൊന്നും ഒരു പിടിയില്ല. ഇല്ല, എന്തിനു ഈ പടം? ഇനി അവിടെ ഫാൻസ് ഉണ്ടാക്കാനാ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കടമകൾ വീട്ടാൻ വേണ്ടിയിട്ട് ഈ പടത്തിൽ അഡ്മിറ്റ് ആയതാണ്, കമ്മിറ്റ് ആയതാണെന്ന് അറിയില്ല. ഇതെന്തോന്ന് പാട്ട്? ഫഹദ് ഫാസിൽ എന്തോന്ന് കാണിക്കണേ? ഓ, ആവേശത്തിന് ശേഷം ആ ഒരു പോക്ക് പോയതാണ്. പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊന്നും പുള്ളിക്ക് ഒരു പിടിയില്ല. റിലേ പോയതുപോലെ ഇതെന്തൊക്കെ ചെയ്യുന്നേ? എന്നതാ ഇതാര്? താങ്കൾക്ക് എന്ത് പറ്റി? താങ്കൾ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കാലഭൈരവെന്നൊരു പേര് കിടക്കുന്നു, അതാണെന്ന് അറിഞ്ഞൂടാ പുള്ളിക്കാരെ. മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിഞ്ഞൂടാ കാലഭൈരവ്. ഇത് ഇത് എന്ത് റിലേ പോയ ക്യാരക്ടറാണ് ഈ പടത്തിൽ? ഇങ്ങനെയല്ലല്ലോ, ഏതൊരു കൊച്ചിന്റെ കൂടെ എന്തോ ഓടുന്നതാ, മാജിക്കോ എന്തോ പടമല്ലേ? ഇതെന്തോന്ന് വീഡിയോ, ഇതെന്തോന്ന് പാട്ട്, ഇതെന്തോന്ന് മ്യൂസിക്? അല്ല, ഫഹദ് ഫാസിൽ എന്തോന്ന് കാണിക്കുന്നേ? ഒരു മണ്ടൻ കണക്ക് എന്തൊക്കെയോ കാണിക്കുന്നത്, അത് കണ്ടാലേ മനസ്സിലാവുന്നത്. ഇതെന്തോന്ന് റിലേ പോയി അപ്പോ തിക്രിയെ പോലെ എന്തൊക്കെ? ഇതെന്തോന്ന്? ഇത് കോട്ട് സൂട്ടോ പോലത്തെ ഇതെന്തോന്ന് സാധനം? ഗൗണിങ് നൈറ്റി ഒക്കെ ഇങ്ങനെ അവനെ പറ്റിച്ചാണ് കേട്ടാ. എന്തോ ആ വന്ന് ഇഞ്ചക്ഷനും കൊണ്ട് വന്ന് മായാവി. കുറെ പാർട്ടി പൊപ്പറിട്ട് പൊട്ടിക്കണ്ട. ഇത് രാജമോഹൻ പ്രസൻസ് എന്തോ ആണ്. കാലഭൈരവന്റെ കേക്ക് വാക്ക് സെപ്റ്റംബർ 11 കേട്ടോ റിലീസ് ആവുന്നത്.
സത്യം പറഞ്ഞാൽ ഏത് നേരത്താണോ ഫഹദിന് ഈ പ്രൊജക്റ്റിൽ കമ്മിറ്റ് ആവാൻ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉള്ള പറയാറ് ഒരു ആവേശം പുഷ്പയൊക്കെ ഓക്കെ അതെല്ലാം നന്നായിട്ട് വന്നിട്ട് പുഷ്പ 2 പടമാക്കി. പിന്നെ ആ, വീണ്ടും തമിഴില് വടിവേലിന്റെ കൂടെ വേറെ ഒരു സിനിമ മാരീശൻ, അങ്ങനെ അതൊരു സിനിമ ചെയ്ത് അവിടെയും തീർന്നു. പിന്നെ രജനിയുടെ കൂടെ വേട്ടയൻ, ഇപ്പൊ ഇതേ മുരളിയില് ഫഹദ് മാസിലുണ്ട് തമിഴ് പടത്തില്. പുള്ളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ. ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്ടിങ് പ്രാധാന്യമുള്ള പടങ്ങള് എല്ലാം വിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പടങ്ങളിൽ കയറാന്ന് വെച്ചാൽ അവിടുത്തെ ക്യാരക്ടറും മോശം. ഇത് പീക്ക് അവരാദ്യം തന്നെ ഇതില് ഇപ്പോഴേ ഊട്ടി ഉറപ്പിച്ചു, ഇത് ഒന്നുമില്ല. ഇത് കണ്ടിട്ട് വാരി വലിച്ചെറിയാനുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇത് ഇതെന്തോന്ന് പാട്ട്, അല്ല ഇത് എന്ത് വീഡിയോ സോങ്, അല്ല ഫഹദ് ഫാസിൽ എന്തോന്ന് കാണിക്കണേ, പുള്ളിക്കാരൻ എന്തോന്ന് പറ്റി, ഇതെന്തോന്ന് കാണിക്കണേ. ഇനി ഇന്ന് ഏതോ കേക്ക് ഇറക്കുന്ന വീഡിയോ എന്തോ കണ്ടായിരുന്നു. ഇന്ന് ബർത്ത്ഡേ ആണോ എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഇനി അതുകൊണ്ടായിരിക്കും ഈ പാട്ട് റിലീസ് ചെയ്തെന്ന് അറിഞ്ഞൂടാ, പാട്ടിന് കേക്ക് വാക്കുന്ന പേരിട്ടോന്ന് അറിഞ്ഞൂടാ. ആ കൊച്ചു അതിലുണ്ട്. ആ കൊച്ചു ഒരു മെജീഷ്യനാ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്കെന്ന് കിട്ടുന്ന ഒരു ഭൂതം പോലെയാണ്. അപ്പൊ അത് ഫഹദിന് കിട്ടും. പിന്നെ ആ, കൊച്ചിനെ വെച്ച് കുറെ കാര്യങ്ങളൊക്കെ ഫഹദ് ചെയ്യും എന്നുള്ളതൊക്കെ ആ ഒരു കോൺസെപ്റ്റ് ഒരു ഫാന്റസി ഡ്രാമ പോലെയാണ് വരുന്നത്. ബട്ട് പാട്ട് പീക്ക് അവരാധായിട്ടുണ്ട്. ഫഹദ് ഫാസിലും പീക്ക് അവരാധം കാണിക്കുന്നുണ്ട്. ഫഹദ് ഫാസിൽ ആ തുടക്കം തൊട്ട് അവസാനം വരെ എന്തോന്നാ കാണിക്കുന്നത്. ഷർട്ടില്ലാതെ ആ ഒരു ഗൗൺ ഇട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ച് ജ്യൂസ് കുടിച്ച് ഇഞ്ചക്ഷൻ വെച്ച്, ഇത് ഏത് നേരത്തെ ഫഹദ് ഇതിൽ വന്ന് അഭിനയിച്ചത്, ഇത് എന്തോന്ന് ഫഹദെ കാണിച്ചു കൂട്ടുന്ന പീക്ക് അവരാധം, പീക്ക് അവരാധം.